ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള മുറുക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ഒന്നാണിത്. എന്നാൽ ശരി, നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നേ നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ മുറുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മൈദാമാവാണ്. ഞാനിപ്പോൾ ഒരു 1/2 കിലോ അളവിൽ മൈദാമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൈദാമാവ് വെച്ചിട്ടാണ് നമ്മൾ ഈ മുറുക്ക് തയ്യാറാക്കി എടുക്കുന്നത്. സാധാരണ മുറുക്ക് തയ്യാറാക്കി എടുക്കുന്നത് പച്ചരി മാവ് വെച്ചിട്ടാണ്. അപ്പോൾ പച്ചരി മാവ് കുതിർക്കണം, പിന്നെ അത് നമ്മൾ പൊടിക്കണം, അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. എന്നിട്ട് വേണം നമ്മൾ ആ മുറുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. പക്ഷെ അതിന്നും വളരെ ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഈ മൈദാമാവിൽ മുറുക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു 1/2 കിലോ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ചാണ് ചെയ്യുന്നതെങ്കിൽ ചെറിയ അളവിൽ എടുത്താൽ മതിയാവും. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് വേണ്ടത് ഈ മൈദാമാവ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണിയിലേക്ക് ഈ മൈദാമാവ് മാറ്റിയ ശേഷം ഒരു ഇഡ്ഡലി തട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സ്റ്റീമർ ഉണ്ടല്ലോ, സ്റ്റീമറിലോ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഈ മാവ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കോട്ടൺ തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു കോട്ടൺ തുണി മതിയാവും നമുക്ക്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാവ് തട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു ചെറിയ കിടി പോലെ ഒന്ന് കെട്ടി വയ്ക്കാം. വേറൊരു ചെറിയൊരു ചരട് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആ തുമ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ കെട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കെട്ടി വെച്ചാലും മതിയാവും. ജസ്റ്റ് ടൈറ്റായിട്ടൊന്ന് കെട്ടിയിരുന്നാൽ മതി, അത്രയും മതിയാവും. ഇനി നമുക്കിതൊരു സ്റ്റീമറിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റീമർ ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇഡ്ഡലി തട്ടായാലും മതിയാവും. ഞാനിപ്പോൾ നമ്മുടെ സ്റ്റീമർ ഇപ്പോൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലാസ്റ്റിലത്തെ തട്ടിൽ, അടിയിലത്തെ തട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ട് വരികയാണ്. ഇനി നമുക്ക് മുകളിലത്തെ തട്ട് വെക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കിഴി അങ്ങ് എടുത്ത് വെക്കാം. ഒരു 15 മിനിറ്റ് നന്നായിട്ട് ആവി വരുമ്പോഴത്തേക്കും നമ്മുടെ മാവെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ വേവിച്ചെടുക്കണത് എന്തെന്ന് വെച്ചാൽ ആ മാവിൻ്റെ ആ ഒരു പച്ച മണവും മാറിക്കിട്ടും. പിന്നെ അതും പോയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ മാവും കിട്ടുന്നതും. ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. നമ്മളിത് വേവിക്കാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുറുക്ക് കറക്റ്റായിട്ട് വരികയില്ല. അതിൻ്റെ പേരിൽ മസ്റ്റായിട്ട് നമ്മളിത് വേവിച്ച് തന്നെ തയ്യാറാക്കി എടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു മുറുക്കിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടത്തുള്ളൂ. എന്നാൽ ശരി, ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ മാവെല്ലാം കറക്റ്റായിട്ട് വെന്തിട്ട് വരും. നമ്മുടെ ഈ മാവ് വെച്ചിട്ട് ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് മാറ്റാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് ആവി വന്നതിന് ശേഷം മാത്രമാണ് 15 മിനിറ്റ്. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്, ഇത്രയും മതി. ഇതിപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇടിക്ക് എന്തെങ്കിലും വെച്ചിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. നമ്മുടെ ഈ മാവ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ലതുപോലെ കട്ടയായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അത് വെന്തിട്ട് വരുമ്പോൾ കട്ടയായിട്ടിരിക്കും. അപ്പോൾ നമ്മളിതൊന്ന് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കണം. അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ലതുപോലെ കൈ വെച്ചൊന്ന് പൊടിക്കണം. അതിനുശേഷം ഒരു അരിപ്പയിലൂടെ നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ആ ചെറിയ ചെറിയ കട്ട എല്ലാം പോയിട്ട് നമുക്ക് നല്ലതുപോലെ കിട്ടുള്ളൂ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് അരിച്ചെടുത്തേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ചെറിയ ചെറിയ കട്ടയൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഇതുപോലെ അരിച്ചെടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ബാക്കി വന്ന ചെറിയ ചെറിയ കട്ടയാണ്. അപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് പൊടിച്ച് നമുക്ക് അതിനകത്ത് ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കതങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. ഇപ്പോൾ നമ്മുടെ മുറുക്കിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിലെ ഓമമാണ്. അയമോദകം അപ്പോൾ നമ്മുടെ അങ്ങാടിക്കടയിലൊക്കെ കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഏകദേശം 100 ഗ്രാമിന് 35 രൂപ റേറ്റിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അയമോദകം എന്താണെന്ന്. അതിൻ്റെ പേരിലാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ മുറുക്ക് വെക്കാൻ വേണ്ടിയിട്ട് അയമോദകം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റേ കിട്ടില്ല. മുറുക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ അയമോദകം ചേർക്കുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് എള്ളാണ്. കറുത്ത എള്ളാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം വെള്ള എള്ളാണെന്നുണ്ടെങ്കിൽ വെള്ള എള്ള ചേർത്താൽ മതിയാകും. പക്ഷേ ഈ മുറുക്കിനിടയിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കറുത്ത എള്ളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ പേരിലാണ് ഈ കറുത്ത എള്ള് കൂടി ചേർക്കുന്നത്. അപ്പോൾ കറുത്ത എള്ളൊക്കെ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ്. എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും.
ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടിയാണ്. അപ്പം ഞാൻ ഉപ്പ് ചേർക്കുകയാണ്. പിന്നെ വേണ്ടത് ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ചപ്പാത്തിയെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് കുഴച്ചെടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. ഒരു പകുതി മുറി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരിച്ചെടുത്തതാണ് ഈ 1 കപ്പ് തേങ്ങാപ്പാലും. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ആവശ്യമായിട്ട് വരില്ല. എത്രത്തോളം ആവശ്യമാണോ അതിനനുസരിച്ചിട്ട് നമ്മളിത് കുഴച്ചെടുത്താൽ മതിയാവും. ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന രീതിയിൽ എത്രത്തോളം നമുക്ക് തേങ്ങാപ്പാൽ വേണോ അതിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ സാധാരണ ഫ്രഷ് മിൽക്കൊന്നും ചേർക്കേണ്ട, തേങ്ങാപ്പാൽ തന്നെയാണ് ചേർക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് ഇപ്പോൾ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഞാൻ എടുത്തിട്ടുള്ള കംപ്ലീറ്റ് തേങ്ങാപ്പാലും അതിലേക്ക് ചേർത്തിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ളത്. ഒരു 2 മിനിറ്റ് വേണ്ടി വരും നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാനായിട്ട്. കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ വേണം ഇരിക്കേണ്ടത്. ഇങ്ങനെ തന്നെയാണ് ഇത് കിട്ടുന്നത്. കാരണം നമ്മൾ മാവ് വേവിച്ചെടുത്തതിൻ്റെ പേരിലാണ്. പ്രത്യേകിച്ച് നമ്മളിത് ഇങ്ങനെ വേവിച്ചെടുക്കണതെന്ന് വെച്ചാൽ ഈ മൈദാമാവിൽ നല്ല പശയുള്ളതാണ്. അപ്പോൾ ആ പശ പോകാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. ഇനി നമുക്കിതൊരു സേവനാഴിയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ മുറുക്ക് ചുറ്റുന്നത് ആ ഒരു രീതിയിൽ മുറുക്ക് ചുറ്റി എടുത്താൽ മതിയാവും. നിങ്ങൾക്കിപ്പോൾ മുറുക്ക് ചുറ്റുന്ന രീതിയിൽ അതുപോലെ ആ ഒരു വട്ടത്തിന് വേണ്ടാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിന് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. നീളത്തിന് തന്നെ വരഞ്ഞിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മുറുക്കിൻ്റെ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വട്ടത്തിന് ചുറ്റിയതിന് ശേഷം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ മുറുക്ക് ചുറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു അച്ചാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 ഹോളുള്ളൊരു അച്ചാണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഹോളിൽ അച്ചെടുക്കാം. അല്ലാതെ തന്നെ ഈ സ്റ്റാറിൻ്റെ അച്ചൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുത്താൽ മതിയാവും. നമുക്ക് ഏത് ഡിസൈനാണോ ഇഷ്ടം ആ ഒരു രീതിയിലുള്ള അച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഈ മാവ് സേവനാഴിയിലേക്കൊന്ന് മാറ്റിയതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലായിട്ടാണ് ചെറുതായിട്ട് ചുറ്റിക്കുന്നത്. ഈസി ആയിട്ട് നമുക്കിത് ചുറ്റിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഏത് ഡിസൈനാണ് ആവശ്യം ആ ഒരു രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിതിപ്പോൾ ചെറുതായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ബാക്കി വന്ന മാവ് അതിൻ്റെ മുകളിൽ തന്നെ അങ്ങ് വെച്ചാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്നത് പാടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒന്ന് നീളത്തിലൊന്ന് വരഞ്ഞു വിട്ടാലും മതിയാവും. അത് പക്ഷേ നമ്മൾ ഓയിലിലേക്ക് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ഓയിലിലേക്ക് ഇങ്ങനെ നീളത്തിൽ വരഞ്ഞു വിട്ടാൽ മതിയാവും. എന്നിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ബട്ടർ പേപ്പർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു വെള്ള പേപ്പർ, ബുക്കിൻ്റെയൊക്കെ ചെറിയ വെള്ള പേപ്പർ ഉണ്ടല്ലോ, ആ വെള്ള പേപ്പറിലൊന്ന് ഇതുപോലെ ചുറ്റിച്ചാലും മതിയാവും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പേപ്പറിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒന്ന് പുരട്ടി കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഇതുപോലെ ചുറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കയ്യിലേക്ക് ഇളകി വരും. എന്നിട്ട് നമ്മളിത് ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓയിലിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ മുറുക്കായിട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കളറൊന്നും ചേഞ്ച് ആയിട്ട് വരരുത്. നല്ലതുപോലെ ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ തന്നെ നമുക്കിത് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എങ്കിൽ പിന്നെ നല്ലതുപോലെ വെന്തിട്ട് കിട്ടില്ല. അകം വേകാതെയും പുറം നല്ലതുപോലെ ക്രിസ്പി ആയി പോകും. നമുക്ക് മുറുക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് വേണ്ടത്. അതിൻ്റെ പേരിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളത് വറുത്തെടുക്കാനായിട്ട്. നമ്മൾ ഈ മുറുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല വെള്ള കളറിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ബേക്കറികളിലൊക്കെ കണ്ടിട്ടില്ലേ ഈ മുറുക്കൊക്കെ നല്ല വെള്ള കളറിലുള്ള മുറുക്ക് കിട്ടുന്നത്? അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വേറെയാണ്. ആ ഒരു ടേസ്റ്റിലുള്ളതാണ് നമ്മുടെ ഈ മുറുക്ക്. അപ്പോൾ നമ്മുടെ മുറുക്കെല്ലാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുറുക്കാണിത്. ഒരുപാട് ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള, നമുക്കിപ്പോൾ കടിക്കുമ്പോഴത്തേക്കും കടിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു ക്രിസ്പിനെസ് അല്ല ഇതിനുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രിസ്പാണ് നമ്മുടെ ഈ മുറുക്കിനുള്ളത്. അപ്പോൾ നിങ്ങളിത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ത് മാത്രമാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ മാവ് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമ്മളിതുപോലെ ചുറ്റിയെടുക്കണം. ആ ഒരു ചെറിയൊരു പണി മാത്രമേ ഉള്ളൂ. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുറുക്കാണ് നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.